വിഷുവിന് ഏറ്റവും പ്രധാനം വിഷുക്കണി തന്നെ. വരാനിരിക്കുന്ന ഒരു കൊല്ലത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ് കണ്ണിന് പൊൻകണിയായി ഉരുളിയിലൊരുക്കുന്നത്. വിഷുക്കണിയിൽ എന്തൊക്കെ വേണം, എങ്ങനെ വേണം? കണിവെക്കാൻ ആദ്യം ഇതെല്ലാം തയ്യാറാക്കിക്കൊള്ളൂ. നിലവിളക്ക്, ഓട്ടുരുളി, കൃഷ്ണവിഗ്രഹം, നെല്ല്, ഉണക്കലരി, കണിവെള്ളരി, ചക്ക, മാങ്ങ, വാഴപ്പഴം, നാളികേരം, കൊന്നപ്പൂവ്, നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ, തിരി, കോടിമുണ്ട്, ഗ്രന്ഥം, സ്വർണം, നാണയങ്ങൾ, വാൽക്കണ്ണാടി, കുങ്കുമം, കൺമഷി, അടയ്ക്ക, വെറ്റില, കിണ്ടി, വെള്ളം. പച്ചക്കറി വിത്തുകൾ വെക്കുന്നതും നല്ലതാണ്. കണി കണ്ട ശേഷം ഈ വിത്തുകൾ വിതയ്ക്കുന്ന പതിവ് ചിലയിടത്ത് ഇപ്പോഴുമുണ്ട്. പ്രപഞ്ചത്തിന്റെ പ്രതീകമായ ഓട്ടുരുളിയിൽ ആദ്യം ഉണക്കലരി നിരത്തണം. തനിമയാർന്ന ധാന്യസമൃദ്ധിയിലാണ് ജീവിതത്തിന്റെ നിലനിൽപ്പ്. ഓട്ടുരുളിയിലെ ഉണക്കലരിയിൽ വയ്ക്കുന്നതും സമൃദ്ധിയുടെ പ്രതീകങ്ങൾ: സ്വർണ്ണ നിറമുള്ള കണിവെള്ളരിക്ക, കൊന്നപ്പൂക്കുല, വെറ്റില, പഴുക്കടയ്ക്ക, നാളികേരം, കസവുമുണ്ട്, അതിൽ ചാർത്തി സ്വർണമാല, സിന്ദൂരച്ചെപ്പ്, വാൽക്കണ്ണാടി, ഗ്രന്ഥം, പിന്നെ ചക്ക, മാങ്ങ തുടങ്ങി വീട്ടുവളപ്പിൽ വിളഞ്ഞ എല്ലാ പഴങ്ങളും എല്ലാം ഒരുക്കി വെച്ച ഓട്ടുരുളിക്കടുത്ത് ഈശ്വര സാന്നിധ്യമായി ശ്രീകൃഷ്ണ വിഗ്രഹവും വെക്കുന്നു. ആ വിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്ക് കൂടി കത്തിച്ചു വെക്കുന്നതോടെ വിഷുക്കണി ഒരുങ്ങി. ദീപം കൊണ്ട് മറ്റു സാധനങ്ങളുടെ നിഴൽ വിഗ്രഹത്തിൽ ഒരിക്കലും പതിക്കരുത്. ഓറഞ്ചും മുന്തിരിയും ആപ്പിളും ഒക്കെ ലഭ്യത അനുസരിച്ചാകാം. പ്രകൃതിയുടെ തുടിപ്പോടെ വേണം വിഷുക്കണി ഒരുക്കാൻ. കൊന്നപ്പൂവും കണിവെള്ളരിയും ചക്കയും മാങ്ങയും ഒക്കെ നമ്മിലേക്ക് പകരുന്നത് തനിമയാർന്ന ഐശ്വര്യത്തിന്റെ ആ തുടിപ്പ് തന്നെ. പ്രകൃതിയുടെ തുടിപ്പിനൊപ്പം ഓട്ടുരുളിയിലെ വാൽക്കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് നമ്മുടെ തന്നെ ജീവാത്മാവും. അടുത്ത ഒരു കൊല്ലം മുഴുവൻ നമ്മുടെ ജീവാത്മാവിൽ നിറയേണ്ടത് പ്രകൃതിയുടെ ഈ തുടിപ്പ് തന്നെയാകണം. അതിനാണ് വിഷുക്കണി. കണി കാണേണ്ടത് എപ്പോൾ? ഉണർന്നെഴുന്നേറ്റാൽ ഉടൻ തന്നെ വിഷുക്കണി കാണണം. പക്ഷേ 10 മണിക്ക് എഴുന്നേറ്റിട്ട് കാര്യമില്ല. അതിന് കൃത്യമായ സമയവും കാലവും ഒക്കെയുണ്ട്. ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കണം എന്നാണ് പറയപ്പെടാറ്. വിഷു ദിവസം സൂര്യോദയത്തിന് മുൻപുള്ള 48 മിനിറ്റ്, അതായത് 2 നാഴികയാണ് ബ്രാഹ്മമുഹൂർത്തം എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ 24 മണിക്കൂർ ദിവസത്തിൽ ആകെ 30 മുഹൂർത്തങ്ങൾ. പകൽ 15, രാത്രി 15. ഇതിൽ രാത്രിയിലെ 14ാമത്തെ മുഹൂർത്തമാണ് ബ്രാഹ്മമുഹൂർത്തം. അതായത് സൂര്യോദയം 6 മണിക്കെങ്കിൽ പുലർച്ചെ 4:25 ബ്രാഹ്മമുഹൂർത്തം തുടങ്ങും. 5:12 അവസാനിക്കുകയും ചെയ്യും. വിഷുക്കണി കാണേണ്ടതും ഈ ബ്രാഹ്മമുഹൂർത്തത്തിലാണ്. ഉദാരതയുടെ കൈനീട്ടം പ്രകൃതി തരുന്ന സമ്പൽ സമൃദ്ധി മുഴുവൻ ഓട്ടുരുളിയിലാക്കി ഐശ്വര്യം പ്രാർത്ഥിച്ചു നമ്മെ കണി കാണിക്കുന്ന കാരണവർ പിന്നെ ചെയ്യുന്നത് ഇളമുറക്കാരെ എല്ലാം വിളിച്ചു വരുത്തി കൈനീട്ടം നൽകലാണ്. പ്രകൃതിയുടെ സമ്പൽ സമൃദ്ധി മുഴുവൻ സ്വന്തം പോക്കറ്റിലാക്കി സ്വയം അനുഭവിച്ചു തീർക്കാനുള്ളതല്ല, അത് വരും തലമുറയ്ക്ക് കൂടി പങ്കുവയ്ക്കാനുള്ളതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് വിഷുക്കൈനീട്ടത്തിലൂടെ. സമ്പത്തെന്നാൽ പ്രകൃതിയാണെന്നും അത് വരും തലമുറയ്ക്ക് കൈമാറാനുള്ളതാണെന്നും എത്ര സുന്ദരമായാണ് വിഷുക്കണിയിലൂടെയും വിഷു കൈനീട്ടത്തിലൂടെയും നമ്മുടെ പഴമക്കാർ കാണിച്ചു തന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം. കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ.